ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് അരി പൊടിച്ചിട്ട് അത് എങ്ങനെ നമുക്ക് ബോളാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ എന്നുള്ള രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടാട്ടോ. പണ്ടൊക്കെ നമുക്ക് ചെയ്യുന്ന നമ്മളൊക്കെ എന്താ മുത്തശ്ശിമാരും അമ്മമാരൊക്കെ ചെയ്ത് തരുന്ന സ്കൂൾ വിട്ട് വരുമ്പോഴെല്ലാം അരി പൊടിച്ച് വയ്ക്കും. അതുപോലത്തെ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോണത്. നല്ലോണം അരി നല്ലോണം വാശിരുന്നതാണ്. അതാണ് അങ്ങനെ എന്താ പെട്ടെന്ന് അങ്ങോട്ട് ഇതാവാത്തത്. അങ്ങനത്തെ ഒരു കളറും ഒരുമാതിരി കളർ വന്നത്. പക്ഷെ എന്നാലും സംഭവം അടിപൊളിയാണേ. അങ്ങനെ ആക്കിയാലും പ്രശ്നമൊന്നുമില്ല. വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ ഇതായതാണ്. അതിനിടയിൽ കൂടെ കുഞ്ഞാളെ കിടന്ന് ടി വി എല്ലാം കാണുന്നുണ്ട്. പിന്നെ അടുത്ത ട്രിപ്പ് ഇതേപോലെ ആക്കിയിരുന്നു. അപ്പോൾ അവനെന്താ അമ്മ ചെയ്യുന്നത് എനിക്കും കാണണം എന്ന് പറഞ്ഞിട്ട് ഓന് വന്ന് നോക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് ടി വി കാണാൻ പോയി. ഞാനത് മിക്സിയിൽ ചാറിലിട്ട് മൊത്തം എല്ലാം ഇട്ട് ഇനി ഒന്ന് വൈനൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല ഫൈനായി നല്ല ഇതുപോലെ പൊടിഞ്ഞു. ഇനി നമുക്ക് അടുത്തായിട്ട് തേങ്ങ ചിരവണം. തേങ്ങ അതിനിടാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരവ് വരുന്നേ. പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങ ചിരവിട്ട് വരാം. തേങ്ങയെല്ലാം ചിരവിയാലിട്ട് കഥല അതും പൊടിച്ചിട്ട് വന്നു. ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് എന്താ ഈ കൈ കൊണ്ട് കുഴക്കണമെന്ന് വിചാരിക്കേണ്ട. കൈ നല്ലോണം വാഷ് ചെയ്തിട്ട് ഞാനത് എന്താ വെച്ചാൽ ബോളാക്കി വെക്കണമല്ലോ, അതുകൊണ്ട് തന്നെ കൈ കൊണ്ട് തന്നെയാണല്ലോ മിക്സാക്കിയിട്ടുള്ളത്. ഇനി ഇത് ബോളാക്കിയിട്ട് നമുക്ക് കാണാം. ഇതിൽ കുറച്ച് ശർക്കര പാനി ഒഴിക്കണേ. ശർക്കര നല്ല ഉരുക്കി അരിച്ചെടുത്തതാണ്. അതതിൽ ഒഴിച്ച് നല്ല അതുപോലെ ആക്കി. കണ്ടില്ലേ, ലാസ്റ്റ് അതിൻ്റെ ലുക്ക് കണ്ടില്ലേ, നല്ല ബോളായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ട് നമുക്ക് കുഞ്ഞിന് ബാക്കി വന്ന ആ കുറച്ച് പൊടിയും അതും കൊടുത്ത് അവനെങ്ങനെയുണ്ട് പറയും. സൂപ്പർ എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടായിരുന്നു. ഓക്കെ, ഞാൻ പറയുന്നത്